SFI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യയെയും പ്രസിഡന്റായി ആദർശം സജിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. SFI കേരള സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിനെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. 87 അംഗ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. കോഴിക്കോട് സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ നഗറിൽ നടന്ന 18ാമത് അഖിലേന്ത്യാ സമ്മേളനമാണ്. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. വിവരങ്ങളുമായി മേഘ മാധവനുണ്ട്. മേഘ, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നടക്കുന്ന വർഗീയവൽക്കരണത്തിനെതിരെ ശക്തമായ പോരാട്ടമാണ് SFI എക്കാലത്തും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സംഘടന കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു. വിവരങ്ങൾ. വർഷ SFI വലിയ പോരാട്ടമുഖത്തിൽ തന്നെ നിൽക്കുമ്പോഴാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി കോഴിക്കോട് നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന്റെ സമാപന ദിവസമാണ് ഇപ്പോൾ പുതിയ ആളുകളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദർശം സജിയാണ് നിലവിൽ അഖിലേന്ത്യാ പ്രസിഡന്റ്. അതിനൊപ്പം തന്നെ ശ്രീജൻ ഭട്ടാചാര്യയെ ജനറൽ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിനെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. 87 അംഗ കമ്മിറ്റിയാണ് നിലവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കമ്മിറ്റിയിൽ 8 ഒഴിവുകളുണ്ട്. ആദർശൻ സജി അടക്കം കേരളത്തിൽ നിന്ന് 11 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഉള്ളത്. നമുക്കറിയാം വലിയ പോരാട്ട മുഖത്ത് നിൽക്കുകയാണ് SFI. ആ സമയത്ത് തന്നെ തെരഞ്ഞെടുത്ത പുതിയ ഭാരവാഹികളിൽ നിന്ന് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു. കേരളത്തിൽ നിന്ന്, അതായത് കൊല്ലം സ്വദേശിയാണ് നിലവിൽ ആദർശം സജി. നേരത്തെ തന്നെ നമുക്കറിയാം നിരവധി പോരാട്ട മുഖങ്ങളിൽ SFIയെ മുൻപോട്ട് നയിച്ച വ്യക്തി കൂടിയാണ് ആദർശ്. കേരളത്തിന്റെ മുഖമായി പുതിയ നേതൃപാഠവുമായി ആദർശം സജി നിലനിൽക്കുന്നു. നിലവിൽ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയാണ് ആദർശം സജി. 2018 SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിന് പിന്നാലെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തി. ഏതായാലും ദേശീയ തലത്തിൽ നിരവധി പോരാട്ടങ്ങൾക്ക് നേരത്തെ തന്നെ നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് ആദർശം സജി എന്നത് എടുത്തു പറയേണ്ടതാണ്. പലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ എംബസിക്ക് മുമ്പിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ വലിയ നേതൃത്വം വഹിച്ചിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്ക് നടന്ന സമരത്തിൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ പോരാട്ടത്തിന് മുൻപിൽ തന്നെ ആദർശം സജി ഉണ്ടായിരുന്നു. നിലവിൽ നിയമ വിദ്യാർത്ഥിയാണ്. കൊല്ലം സ്വദേശിയാണ്. കൊല്ലം CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ആദർശം സജി. നേരത്തെ തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച കഴിവുകൾ ഉള്ള വ്യക്തി കൂടി തന്നെയാണ് ഇപ്പോൾ SFIയുടെ അമരത്തേക്ക് എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദർശം സജി അതിനൊപ്പം തന്നെ അഖിലേന്ത്യാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീജൻ ഭട്ടാചാര്യ ബംഗാൾ സ്വദേശിയാണ്. നേരത്തെ തന്നെ ദേശീയ തലത്തിൽ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ്. ആ നേതൃപാഠവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ SFIയുടെ അമരത്തേക്ക് ശ്രീജൻ ഭട്ടാചാര്യയും എത്തിയിരിക്കുന്നത്. ഏതായാലും 3 ദിവസമായി കോഴിക്കോട് നടന്ന SFI അഖിലേന്ത്യാ സമ്മേളനമാണ് ഇപ്പോൾ പ്രതിനിധികളെ, ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം പുതിയ ഭാരവാഹികൾ മാധ്യമങ്ങളോട് സംസാരിക്കും. 3 ദിവസമായി നടന്നു വന്ന ഈ അഖിലേന്ത്യാ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സർവകലാശാലകൾ, ക്യാമ്പസുകളിലൊക്കെ തന്നെ ഏത് രീതിയിലാണ് ഈ RSSന്റെ അജണ്ട തിരികെ കയറ്റാനുള്ള ശ്രമം ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത്, മറ്റ് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഈ സമ്മേളനം ചർച്ച ചെയ്തിരുന്നു. പ്രതിനിധി സമ്മേളനം സമാപിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയാണ് വിദ്യാർത്ഥികളുടെ മഹാ റാലി നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും. ഏതായാലും പുതിയ നേതൃത്വം, വളരെ കരുത്തുമായി തന്നെയാണ് പുതിയ നേതൃത്വം ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വർഷ.